എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസ് അഗസ്റ്റിൻ, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നിയമനങ്ങൾ അധ്യാപകനായിരുന്നു. ഇപ്പം നിലവിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളി വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കല്ലൂർക്കാട് ഗ്രോട്ടോയെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഗ്രോട്ടോ നിർമ്മിച്ചത് മോൺസിഞ്ഞോർ തോമസ് നെടുങ്കല്ലിൽ ആണ് എന്ന കാര്യം അവിടെ ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്ന ആ ഒരു ശിലാഫലകത്തിൽ തന്നെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അവിടെ സ്ഥാപിച്ചിട്ട് ആ ശിലാഫലകം വെച്ചിട്ട് ഏതാനും വർഷങ്ങളേ ആയുള്ളൂ. ഈ ഗ്രോട്ടോയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞാൻ ജനിച്ച് എനിക്കൊരു ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഞാൻ ഈ പള്ളിയിൽ വരുമ്പോൾ ഈ ഗ്രോട്ടോ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ ഗ്രോട്ടോ തന്നെയായിരുന്നു. കാരണം എൻ്റെ ധാരണ അവിടെ വലിയൊരു പാറയായിരുന്നു, ആ പാറ കാർവ് ചെയ്തിട്ട് ഗ്രോട്ടോ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ആ പാറക്കല്ലുകൾ കൊണ്ട് വിദഗ്ധരായ വളരെ മിടുക്കരായ ശില്പികൾ ഉണ്ടാക്കിയ ഒരു ഗ്രോട്ടോയാണ്, ഒരു നിർമ്മിതിയാണെന്നത്. ഇതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് നെടുങ്കല്ലിൽ, അദ്ദേഹമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ ശില്പി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് 75 വർഷമാകാൻ പോകുന്നു, താമസിയാതെ 75 വർഷമാകും. 2002 കോളേജിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിച്ചത്. അപ്പോൾ 75 വർഷമാകാൻ പോകുന്നു. ഇന്നും ആ കോളേജിൻ്റെ ആ ഒരു ശില്പ വൈദഗ്ധ്യത്തെ വെല്ലാൻ പറ്റിയ ഒരു സ്ഥാപനം ഈ അടുത്ത പ്രദേശത്ത് ഒരിടത്തുമില്ല. അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഞ്ചരിച്ചാലും അത്ര മനോഹരമായിട്ടാണ് ആ കോളേജും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ നാക് അക്രഡിറ്റേഷനിൽ A++ നേടി അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും മുൻപന്തിയിലുള്ള 5 കോളേജുകളിൽ ഒന്നായിട്ട് നിർമ്മല കോളേജ് മാറിയിരിക്കുന്നു. അപ്പോൾ മോൺസിഞ്ഞോർ തോമസ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം ഈ ഗ്രോട്ടോ നിർമ്മിച്ചതിന് പുറമെ അദ്ദേഹം, നിങ്ങൾക്കറിയാം, ഏറെ കാര്യങ്ങളിൽ അദ്ദേഹം തൻ്റെ പിതൃസ്വത്തായിട്ട് കിട്ടിയ അത് പള്ളിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കുമായിട്ടാണ് അദ്ദേഹം ചിലവാക്കിയത്. കോയമ്പത്തൂർ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് അദ്ദേഹം ഒരു പള്ളിക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവിടെ സെൻറ്റ് തോമസ് ചർച്ച് ഉണ്ട്. അവർ തോമസ് അച്ഛൻ്റെ പേര് തോമസ് നായരുടെ സെൻറ്റ് തോമസിൻ്റെ പേരിലാണ് ആ പള്ളി അവിടെ സ്ഥാപിതമാക്കിയിരിക്കുന്നത്. പിന്നെ അച്ഛൻ തന്നെ പിണക്കാട്ടച്ഛനുമായിട്ട് ചേർന്ന് മറയൂർ, കാന്തല്ലൂർ, അതുപോലെ തന്നെ അടിമാലി, മോർണിംഗ് സ്റ്റാർ, ഐരൂപ്പാട്, ഇവിടെയൊക്കെയായിരുന്നു അച്ഛൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലെല്ലാം അച്ഛൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനും അച്ഛൻ്റെതായ ഒരു കാഴ്ചപ്പാടും അച്ഛൻ കൃത്യമായിട്ട് പ്രകടമാക്കിയ സ്ഥലങ്ങളാണ്. പിന്നെ ഈ ഒരു ഗ്രോട്ടോയെ സംബന്ധിച്ച് പറയുമ്പോൾ, അതിൻ്റെ മുൻപിൽ ഒരു കൊടിമരം നേരത്തെ തൊടിയമ്പിളാക്കി അച്ഛൻ്റെ കാലത്ത് എൻ്റെ പിതാവായ കണിയാങ്കുടി വൈദ്യനോട് ആവശ്യപ്പെട്ടു, ഒരു കൊടിമരം പണിയണമെന്ന് ആവശ്യപ്പെട്ടു. എൻ്റെ പിതാവ് അത് പണിതു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുണ്ടക്കലച്ചൻ വികാരിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മാറ്റിയിട്ട് ഒരു സ്വർണ്ണ കളറുള്ള കൊടിമരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ പണിയാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. കാരണം മുൻപിരുന്ന കൊടിമരം അപ്പച്ചൻ വെച്ചതായതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു, ഇത് മാറ്റി വേറെ ഇങ്ങനെ പ്രകാരം ഒരു കൊടിമരം പണിയുകയാണ്, അതുകൊണ്ട് സാറിന് താല്പര്യമുണ്ടെങ്കിൽ സാറിന് പണിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, മൺമറിഞ്ഞു പോയ എൻ്റെ അപ്പച്ചൻ്റെയും അതുപോലെ തന്നെ എൻ്റെ മൂത്ത സഹോദരൻ്റെ അവരാച്ചൻ്റെയും പേർക്ക്, അവരാച്ചൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ്, ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു. പിന്നെ ജനങ്ങളോട് അത്രമാത്രം എഴുതിച്ചേർന്ന വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേർക്കാണ് അവരുടെ 2 പേരുടെയും പേർക്കാണ് ആ കൊടിമരം അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഗ്രോട്ടോ തിരുനാൾ മനോഹരമായിട്ട് അല്ലെങ്കിൽ തിരുപ്രദർശനത്തിന് കൂടി തുടങ്ങുവാനുള്ള കാരണക്കാരനായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ബഹുമാനപ്പെട്ട ഫാദർ പോൾ കോടാമുള്ള അച്ഛൻ്റെ കാലത്തുള്ളതാണ്. അച്ഛനാണ് ഈ തിരുപ്രദർശനത്തോടു കൂടി ഈ ഗ്രോട്ടോയിലെ തിരുനാൾ ഇത്ര മനോഹരമാക്കിയത്. എല്ലാ വർഷവും ഫെബ്രുവരി 1 മുതൽ 11 തീയതി വരെയാണ് ഇവിടുത്തെ തിരുനാൾ. അപ്പോൾ തിരുനാളിന് എത്തിച്ചേരുന്ന എല്ലാവർക്കും എൻ്റെ മംഗളങ്ങളും ഞാൻ ഇത്തരണത്തിൽ ആശംസിക്കുന്നു.